നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിത മനോഹരമായ നമ്മുടെ കൊച്ചു കേരളത്തിന് ഇന്ന് വയസ്സ് 64. കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നാം മലയാളികൾ കേരളപ്പിറവി ആഘോഷിക്കുന്നത്. കേരളം എന്ന പേര് ലഭിച്ചതിനു പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പരശുരാമൻ എറിഞ്ഞ മഴ അറബിക്കടലിൽ പതിച്ച സ്ഥലം കേരളമായി മാറി എന്നാണ് ഒരു ഐതിഹ്യം. തെങ്ങുകൾ ധാരാളമായി കാണുന്നത് കൊണ്ട് കേരം തിങ്ങുന്നാട് കേരളമായി മാറി എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭാഷാ അടിസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നു. 1956 നവംബർ 1 മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങൾ ചേർന്ന് കേരളം രൂപം കൊണ്ടു. നമ്മുടെ കേരളം രൂപീകരണ സമയത്ത് 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് 14 ജില്ലകളായി വർദ്ധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനവും കൽപ്പവൃക്ഷമായ തെങ്ങ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷവും, മലമുഴക്കി വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും, ആന ഔദ്യോഗിക മൃഗവും, കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവും ആകുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ മാനവികതയും പൈതൃകങ്ങളും പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്നു. സഹ്യന്റെ തലമെടുപ്പിൽ അറബിക്കടലിന്റെ കാറ്റേറ്റ് കിടക്കുന്ന ഒപ്പനപ്പാട്ടും, മലനാടിന്റെ തിളക്കമുള്ള മാർഗംകളിയും, പൈതൃകത്തിൽ തെളിക്കുന്ന നിലവിളിക്കലുള്ള തിരുവാതിരക്കളി ഈ കൊച്ചു കേരളത്തിന്റെ മാനവ ഐക്യത്തിന്റെ മുതൽക്കൂട്ടാകുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയിൽ രാജ്യത്തിന് തന്നെ പകർത്താൻ ഉതകുന്ന ഒരുപാട് മാതൃകകൾ നാം തന്നെ സൃഷ്ടിച്ചെടുത്തു. പ്രളയത്തിൽ തകർന്നു പോയെങ്കിലും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒത്തൊരുമയും കെട്ടുറപ്പും നാം നവകേരളത്തെ സൃഷ്ടിച്ചെടുത്തു. നിപ്പ എന്ന മഹാമാരിയെ നാം ആത്മവിശ്വാസത്തോടെ പടപൊരുതി. എങ്കിലും നാം ഇപ്പോൾ കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിലാണ്. ഇതിനെയും നാം അതിജീവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.